കേരളം ഗുരുതരമായ സ്ഥിതിയിലൂടെയാണ് കടന്നു പോകുന്നത്. മിന്നൽ പ്രളയം 10,000-ങ്ങളെയാണ് ബാധിച്ചിരിക്കുന്നത്. 9 പേർ ഇതിനകം മരിച്ചു. അത്ര തന്നെ പേരെ കാണാനില്ല എന്ന വാർത്തയും വന്നുകൊണ്ടിരിക്കുന്നു. 10,000-ത്തോളം പേരാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത്. അവർക്ക് ആവശ്യമായ സഹായം എത്തുന്നില്ല എന്ന പരാതി ഉയർന്നു കഴിഞ്ഞു. ആകെ പാളി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഏറ്റവും ഒടുവിൽ ഒന്ന് നേരെയാക്കാൻ മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് യോഗം വിളിച്ചിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ജില്ലാ കലക്ടർമാരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. മുതിർന്ന ഉദ്യോഗസ്ഥരുമുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനാണ് മുഖ്യമന്ത്രി. അദ്ദേഹം പക്ഷേ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല. എവിടെയൊക്കെയാണ് ദുരിതം അവിടെയൊന്നും പോയില്ല. ആവശ്യത്തിന് സഹായം എത്തിച്ചില്ല തുടങ്ങിയ വിമർശനങ്ങൾ എല്ലാ തലത്തിൽ നിന്നും ഉയർന്നു വരുന്നു. ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചില്ല, ദുരിതാശ്വാസ പ്രവർത്തനം ഏകോപിപ്പിച്ചില്ല എന്ന വിമർശനം ഉയരുമ്പോൾ തന്നെ അദ്ദേഹം അമ്മായിയച്ഛനെ കാണാൻ പോയത് ചർച്ചയായി. അതും ഹെലികോപ്റ്ററിൽ, സർക്കാർ ഹെലികോപ്റ്ററിൽ. അതോടൊപ്പം ജ്വല്ലറി ഉദ്ഘാടനവും വിരുന്ന് സൽക്കാരവുമൊക്കെ മുഖ്യമന്ത്രിക്കെതിരെ വലിയ ആയുധമായി മാറിയിട്ടുണ്ട്. ഇങ്ങനെ മുഖ്യമന്ത്രി തന്നെ വിമർശന വിധേയനായി നിൽക്കുന്നു. ഏകോപനം പാളിയിരിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമേയില്ല. അപ്പോഴാണ് മുൻ മന്ത്രിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടത്. LDF സർക്കാരിൻ്റെ കാലത്ത് മന്ത്രിയായിരുന്ന മാത്യു ടി തോമസ് ഇട്ട ഒരു പോസ്റ്റാണ്. ആ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: 2018 പ്രളയകാലം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ മന്ത്രിമാരടക്കം 24 മണിക്കൂറും പ്രവർത്തന സജ്ജരായി കാര്യങ്ങൾ ഓടിക്കുന്നു. മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി വിദേശത്തേക്ക് പോകുവാനുള്ള തീയതി എത്തി. ജലവിഭവ വകുപ്പ് മന്ത്രിയായിരുന്ന ഞാൻ അദ്ദേഹത്തെ കണ്ടു. വളരെ മടിച്ച് ഇത്രയും പറഞ്ഞൊപ്പിച്ചു. ആ സമയത്ത് എന്ന് വെച്ചാൽ 1ാം പിണറായി സർക്കാരിൽ 2018 ജലവിഭവ വകുപ്പ് മന്ത്രിയായിരുന്നു മാത്യു ടി തോമസ്. അദ്ദേഹത്തിൻ്റെ അനുഭവമാണ് അദ്ദേഹം വിവരിക്കുന്നത്. ആദ്യ പാരഗ്രാഫ് കഴിഞ്ഞ ശേഷം അദ്ദേഹം പറയുന്നു: CM-ന്റെ രോഗാവസ്ഥയുടെ ഗൗരവം എനിക്കറിയില്ല. ചികിത്സ മറ്റൊരു സമയത്തേക്ക് മാറ്റാവുന്നതാണോ എന്നും അറിയില്ല. എന്നാൽ ഈ ദുരന്ത കാലത്ത് CM ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പറഞ്ഞത് മാത്യു ടി തോമസ് ആണ്. ആരോടാണ്? പിണറായി വിജയനോടാണ്. പിണറായി വിജയൻ കൊടുത്ത മറുപടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ മറുപടി വളരെ പെട്ടെന്ന് തന്നെ വന്നു. അതൊക്കെ വിലയിരുത്താനുള്ള ശേഷി എനിക്കില്ലാതായിട്ടില്ല. അതായിരുന്നു പിണറായി വിജയൻ്റെ മറുപടി. എന്തായിരുന്നു? അതൊക്കെ വിലയിരുത്താനുള്ള ശേഷി എനിക്കില്ലാതായിട്ടില്ല എന്ന്. എൻ്റെ രോഗം, അതിൻ്റെ തീവ്രത ഒരു ഭാഗത്ത് നിൽക്കുന്നു. ക്യാൻസർ രോഗിയാണ് പിണറായി വിജയൻ. ചികിത്സയ്ക്കായി വിദേശത്ത് പോകാൻ നിൽക്കുന്നു. അപ്പോഴാണ് ദുരന്തമുണ്ടാകുന്നത്. 2018 പ്രളയം ഉണ്ടാകുന്നത്. പ്രളയത്തിൽ 10,000-കണക്കിന് ആളുകൾ, ഏകദേശം 35 ലക്ഷത്തോളം പേർ ദുരിതാശ്വാസ ക്യാമ്പിൽ തന്നെ എത്തിയിരുന്നു. അതിനേക്കാളും അധികം ആൾക്കാർ അതിന് ദുരന്തം അനുഭവിച്ചിട്ടുണ്ട്. ആ ദുരന്തത്തിൻ്റെയും ദുരിതത്തിൻ്റെയും അപ്പുറമൊന്നുമല്ല എൻ്റെ വേദന, എൻ്റെ രോഗം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയെക്കുറിച്ചാണ് മാത്യു ടി തോമസ് എഴുതുന്നത്. അതൊക്കെ വിലയിരുത്താനുള്ള ശേഷി എനിക്കില്ലാതായിട്ടില്ല. യെസ് ഓർ നോ മറുപടിയിൽ ഇല്ല. ചികിത്സ ആഴ്ചകളോളം നീട്ടിവെച്ചു. പിണറായി തന്നെ എല്ലാത്തിനും നേതൃത്വം നൽകി. എല്ലാ ദിവസവും മാധ്യമങ്ങളിലൂടെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം പകർന്നു. ഇന്നത്തെ സാഹചര്യങ്ങളിൽ പഴയതൊക്കെ ഒന്ന് ഓർത്തുപോയതാണ് എന്ന് പറഞ്ഞാണ് മാത്യു ടി തോമസ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. പോസ്റ്റ് ഒന്നുകൂടി വായിക്കാം മുഴുവൻ. 2018 പ്രളയകാലം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ മന്ത്രിമാരടക്കം 24 മണിക്കൂറും പ്രവർത്തന സജ്ജരായി കാര്യങ്ങൾ ഓടിക്കുന്നു. മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി വിദേശത്തേക്ക് പോകുവാനുള്ള തീയതി എത്തി. ജലവിഭവ വകുപ്പ് മന്ത്രിയായിരുന്ന ഞാൻ അദ്ദേഹത്തെ കണ്ട് വളരെ മടിച്ചു ഇത്രയും പറഞ്ഞൊപ്പിച്ചു. CM-ന്റെ രോഗാവസ്ഥയുടെ ഗൗരവം എനിക്കറിയില്ല. ചികിത്സ മറ്റൊരു സമയത്തേക്ക് മാറ്റാവുന്നതാണോ എന്നും അറിയില്ല. എന്നാൽ ഈ ദുരന്ത കാലത്ത് CM ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നും. അദ്ദേഹത്തിൻ്റെ മറുപടി വളരെ പെട്ടെന്ന് തന്നെ വന്നു. അതൊക്കെ വിലയിരുത്താനുള്ള ശേഷി എനിക്കില്ലാതായിട്ടില്ല. യെസ് ഓർ നോ മറുപടിയിൽ ഇല്ല. ചികിത്സ ആഴ്ചകളോളം നീട്ടിവെച്ചു. പിണറായി തന്നെ എല്ലാത്തിനും നേതൃത്വം നൽകി. എല്ലാ ദിവസവും മാധ്യമങ്ങളിലൂടെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം പകർന്നു. ഇന്നത്തെ സാഹചര്യങ്ങളിൽ പഴയതൊക്കെ ഒന്ന് ഓർത്തുപോയതാണേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് മാത്യു ടി തോമസ് മുൻ മന്ത്രി ഇട്ടിരിക്കുന്നത്. വലിയ കമൻറ്റുകൾ അതിൻ്റെ താഴെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നാം ആലോചിച്ച് നോക്കണം. ക്യാൻസർ ചികിത്സയ്ക്ക് വിദേശത്തേക്ക് പോകാൻ തീയതി നിശ്ചയിച്ച്, ആശുപത്രിയിൽ ഡോക്ടറെ കാണാനുള്ള തീയതി നിശ്ചയിച്ച് നിൽക്കുന്ന മുഖ്യമന്ത്രി 2018 പ്രളയം വന്നപ്പോൾ ചികിത്സ മാറ്റിവെച്ച് പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. മഹാപ്രളയമായിരുന്നു. ലക്ഷക്കണക്കിന് പേരെയാണ് പ്രളയം ബാധിച്ചത് എന്നത് നമുക്കറിയാം. അത്രയ്ക്കും
ദുരിതമനുഭവിക്കേണ്ടി വന്നു മലയാളികൾക്ക്, കേരളത്തിന്. അന്ന് കേരളത്തെ നയിച്ച ഒരു മുഖ്യമന്ത്രിയുണ്ട്, ക്യാപ്റ്റനെ പോലെ. മത്സ്യത്തൊഴിലാളികൾ ജനങ്ങളെ രക്ഷിക്കാൻ ഓടിയെത്തിയത് നാം കണ്ടു. അവരാണ് ഞങ്ങളുടെ സൈന്യം, കേരളത്തിൻ്റെ സൈന്യം എന്ന് വിളിച്ചു പറഞ്ഞ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു പിണറായി വിജയൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം അധികാരത്തിൽ നിന്ന് മാറി എന്ന് വെച്ചാൽ LDF-നെ ജനങ്ങൾ തോൽപ്പിച്ചു, UDF അധികാരത്തിൽ വന്നു. 2 മാസം കഴിഞ്ഞതേയുള്ളൂ. അതിനു മുമ്പ് തന്നെ പിണറായി വിജയനെക്കുറിച്ച് കേരളം വീണ്ടും ചർച്ച ചെയ്തു തുടങ്ങുന്നു. പിണറായി വിജയൻ ആയിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന ജനങ്ങളുണ്ടാകുന്നു. ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ജനങ്ങൾ പറയുന്നു, അന്ന് എന്തൊക്കെയായിരുന്നു കിട്ടിയത്, ഇഷ്ടം പോലെ ഭക്ഷണ സാധനങ്ങൾ ലഭിച്ചിരുന്നു, ഒന്നിനും ഒരു ക്ഷാമമുണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ദുരിതാശ്വാസ ക്യാമ്പിലെ ജനങ്ങൾ ഇന്ന്, അന്നും ദുരിതം അനുഭവിച്ചവർ ഇപ്പോഴും അതേ ദുരിതം അത്രയല്ലെങ്കിലും കുറഞ്ഞ തോതിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവർ അന്നത്തെ കാലം ഓർത്തെടുക്കുന്നു, അന്ന് എന്തായിരുന്നു എന്ന്. മക്കളെ, അതായിരുന്നു കാലം എന്ന് പറയുന്നു. എത്ര ദുരിതമുണ്ടെങ്കിലും അവരെ ചേർത്ത് നിർത്തിയ ഒരു സർക്കാർ ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. നയിക്കാൻ, എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാൻ, ഒരു സിസ്റ്റത്തെ അങ്ങനെ തന്നെ എണ്ണയിട്ട യന്ത്രം പോലെ ചലിപ്പിക്കാൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രി അന്നുണ്ടായിരുന്നു. ആ മുഖ്യമന്ത്രിയെക്കുറിച്ച് ഇന്നും ആളുകൾ ഓർത്തുകൊണ്ടിരിക്കുന്നു. തെറ്റായിപ്പോയി തോൽപ്പിച്ചത് എന്ന തോന്നൽ ജനങ്ങളുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ദുരിതം നടക്കുന്ന സമയത്ത് ജ്വല്ലറി ഉദ്ഘാടനമല്ല, വിരുന്ന സൽക്കാരമല്ല, ഹെലികോപ്റ്റർ യാത്രയല്ല വേണ്ടത്, അവരോടൊപ്പം നിൽക്കുകയാണ് വേണ്ടത് എന്ന് ജനങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങളൊന്ന് പിണറായിയെ കണ്ടു പഠിക്കൂ എന്ന് ഇന്നത്തെ ഭരണാധികാരികളോട് ജനങ്ങൾ വിളിച്ചു പറയുന്നു. അതാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.